അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഗൈൻ. അപ്പം നമ്മളെ റെയർ റീൽസ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, സന്ദീപ് എടപ്പാൾ. പുള്ളിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കെതിരെ ബിഷപ്പ് അച്ഛൻ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു. ഇന്ന് രാവിലെയും കുറേ യൂട്യൂബേഴ്സ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇത് ഞാൻ ആദ്യം കാണുന്നത് എവിടെയെന്നറിയോ? രേണു സുധിയുടെ അക്കൗണ്ടിൽ. ഇത് എന്താണെന്ന് നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഇത് ചെയ്ത് നോക്കണം, ഒന്ന് തിങ്ക് ചെയ്ത് നോക്കണം. കേസ് കൊടുത്തത് അച്ഛൻ, വീഡിയോസും കാര്യങ്ങളെല്ലാം വന്നത് രേണു സുധിയുടെ അക്കൗണ്ടിൽ. അപ്പം ഇതും അതുമായിട്ട് എന്തോ ബന്ധമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ വയ്യ. അപ്പം ഞാൻ രേണു സുധിയുടെ അക്കൗണ്ടിലുള്ള ആ വീഡിയോ എല്ലാവരും കണ്ടു കാണുമായിരിക്കുമല്ലോ, നല്ല രീതിയിൽ റീച്ച് ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ വന്നേക്കുന്നത് മറ്റേ സന്ദീപ് എടപ്പാൾ ആ പുള്ളിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന വീഡിയോ വന്നേക്കുന്നത് രേണു സുധിയുടെ അക്കൗണ്ടിലാണ്. ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. സൗണ്ട് കാണത്തില്ല, സൗണ്ട് നമുക്ക് കോപ്പിറൈറ്റ് അടിച്ചു തരും, പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. അപ്പോൾ വേണ്ട, ഈ രേണു സുധിയുടെ അക്കൗണ്ടിലാണ് ഈ ഒരു വീഡിയോ വന്നേക്കുന്നത്. അറസ്റ്റ് ചെയ്യുന്നു, എല്ലാം ഉണ്ട്. അപ്പൊ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിലാണ് ഈ ഒരു കേസ് നമ്മൾ അച്ഛൻ കൊടുത്തിരിക്കുന്നത്. അത് രേണു സുധിയുടെ ഡാഡി തങ്കച്ചൻ ആ പുള്ളിക്കാരൻ അവിടെ ഇരിക്കുന്നത്. അപ്പൊ അവിടെ നിൽക്കട്ടെ. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയാം, രേണു സുധിയും ഈ ഒരു യൂട്യൂബറായിട്ട് തമ്മിൽ എന്തോ വിഷയമൊന്നും അറിയത്തില്ല. കേസ് കൊടുത്തിരിക്കുന്നത് രേണു സുധി അല്ല, രേണു സുധിയുടെ പേരിലല്ല ഈ ഒരു FIR അല്ല. ഈ രേണു സുധി എന്ന കൊടുത്തെന്നുള്ള ഒരാളെ പേരിലല്ല ഈ ഒരു FIR വന്നിരിക്കുന്നത്. ഈ ബിഷപ്പ് ആ പുള്ളിയുടെ പേരിൽ, ആ ഒരു അച്ഛൻ എന്ന് കൊടുത്ത രീതിയിലാണ് ആ ഒരു കേസ് അവിടെ വന്നിരിക്കുന്നത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ രേണു സുധിക്കും ഈ ഒരു കേസും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല. ഇതിൽ നിന്നല്ല നമ്മൾ ആദ്യമേ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം എന്ന് വെച്ചാൽ, രേണു സുധി വീണ്ടും ബാക്കിയുള്ള ഓരോ ആൾക്കാരെ പഴി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക തന്നെ എന്ന് പറയാം. മനസ്സിലായോ? യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു ഇതാണ് എടുത്ത് രേണു സുധിയുടെ അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്നത്. അറസ്റ്റ് ചെയ്യുന്നതിന്റെയും അതിന്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ രേണു സുധിയുടെ അച്ഛൻ തങ്കച്ചൻ ആ പുള്ളിക്കാരനും ഉണ്ട്. എന്തൊക്കെയോ പറയുന്നുണ്ട്. ഈ സന്ദീപ് എടപ്പാൾ കയറി വന്നപ്പോഴത്തെ തന്നെ സന്ദീപ് എന്തോ തെറി വിളിച്ചാന്ന് ആർക്കറിയാം. പക്ഷെ എങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, രേണു സുധിക്ക് ഇതിനകത്ത് എന്ത് ഇതാ ഉള്ളത്? രേണു സുധിയാണോ കേസ് കൊടുത്തത്? രേണു സുധി അല്ലല്ലോ കേസ് കൊടുത്തത്. അപ്പൊ ഞാൻ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാല്, വീണ്ടും സത്യം പറഞ്ഞാൽ യൂട്യൂബേഴ്സിനെതിരെയല്ലേ ഈ ഒരു പുള്ളിക്കാരൻ കേസ് കൊടുത്തിരിക്കുന്നത്. യൂട്യൂബേഴ്സിന് ഭയങ്കര ഇതാക്കുന്ന പറഞ്ഞിട്ട് രേണു സുധി പറഞ്ഞുകൊണ്ട് വരുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇത് രേണു സുധിക്ക് വീണ്ടും പണി കിട്ടാനുള്ള അവസരങ്ങൾ രേണു സുധി ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു കേസുമായിട്ട് രേണു സുധിക്ക് യാതൊരുവിധ ബന്ധവും ഇല്ല. അച്ഛനും ഈ ഒരു യൂട്യൂബറും തമ്മിലുള്ള പ്രശ്നം മാത്രമാണ് ആ യൂട്യൂബറിന്റെ പേരിൽ FIR കേസ് ചെയ്തിരിക്കുന്നത്, അല്ല FIR ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഇങ്ങനെ പോലീസ് സ്റ്റേഷനകത്ത് മീഡിയക്കാർക്ക് ഇങ്ങനെ കയറി വീഡിയോ ഒക്കെ എടുക്കുമോ? പുറത്തുനിന്നാ തോന്നല്ലേ, പക്ഷെ എന്നൊക്കെ നിപ്പുണ്ട്. നിൽക്കട്ടെ. അപ്പോൾ പിന്നെ അച്ഛൻ്റെ കയ്യിൽ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ, അച്ഛൻ ആദ്യം അറിയാലോ, അച്ഛൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ യൂട്യൂബേഴ്സിനെതിരെ കേസ് ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു സന്ദീപ് എടപ്പാൾ എന്ന് വെച്ചാൽ റെയർ റീൽസ് എന്ന് പറയുന്ന ആ പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ നമുക്ക് നല്ല രീതിയിൽ അറിയാം. സാങ്കല്പികമായിട്ട് ആണ് ആ ഒരു പുള്ളി വീഡിയോ ചെയ്തിരിക്കുന്നത്. സാങ്കല്പികമായിട്ട് മാത്രം. ഇതിനകത്ത് ഈ ഒരു അച്ഛനെ കൊണ്ടുവന്നിട്ടില്ല, രേണു സുധിനെ കൊണ്ടുവന്നിട്ടില്ല, ആരെയും കൊണ്ടുവന്നിട്ടില്ല. സാങ്കല്പിക കഥാപാത്രങ്ങളിൽ നിന്ന് മാത്രമാണ് അതിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് എന്താ തെറ്റെന്ന് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓരോ എപ്പിസോഡ് ഒരു 4-5 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്തെല്ലാം സാങ്കല്പികമാണ്. ഇവരാരെയും കാണിക്കുന്നതുമില്ല അതിനകത്ത്.
ഇവരാരെയും കാണിക്കുന്നതുമില്ല. അപ്പൊ പിന്നെ ഇതിനകത്ത് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ പുറകില് ഈ അച്ഛനെതിരെ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ സത്യമായിരിക്കാം, അല്ലേ? അച്ഛനത് നല്ലോണം മനസ്സിലായി കാണും. അപ്പൊ ഇതിന് പിന്നിൽ കുറച്ച് ഗൂഢാലോചനകൾ ഉണ്ടോന്ന് തന്നെ ഈ ഒരു പുള്ളിക്കാരനെ, ഈ ഒരു യൂട്യൂബറെ കൊടുക്കാനായിട്ട് ഗൂഢാലോചനകൾ ഉണ്ടോന്ന് തന്നെ സംശയമാണ്. നല്ല രീതിക്ക് സംശയം വരുന്നുണ്ട്. കാരണം ആ ഒരു പുള്ളിക്കാരന്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ ആ യൂട്യൂബിൽ കയറി നോക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അറിയാം ഓരോ കാര്യങ്ങൾ, ഓരോ ചെറിയ 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 കാര്യങ്ങൾ ഇങ്ങനെ ഒരു കഥ പോലാണ് പറയുന്നത്. ഇവരെ പോലും ആണോ പറയുന്നത് തന്നെ നമുക്കറിയാൻ വയ്യ. ഒരു കഥ, നമ്മളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീല് അങ്ങനത്തെ ഉള്ള രീതിയിലാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അച്ഛനിത് കൊള്ളാനുള്ള ഇതെന്തോന്ന് എനിക്ക് അറിയത്തില്ല, കറക്റ്റായിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ അത് മാത്രമല്ല ഈ രേണുസുതി, പിന്നെ ഈ രേണുസുതിയുടെ അക്കൗണ്ടിൽ ഇതൊക്കെ പോസ്റ്റ് ചെയ്തേക്കുന്നത് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ലോ. രേണുസുതി അല്ലല്ലോ ഇതിനകത്ത് കേസ് കൊടുത്തേക്കുന്നത്, അച്ഛനല്ലേ. ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അവർക്കെതിരെ അധികം വൈകാതെ തന്നെ നടപടികൾ ഉണ്ടാകും. അവർ നിരീക്ഷണത്തിലാണ് എന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കുന്നത്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പം പിന്നെയും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരി ഈ കുരിശും പിടിച്ചുകൊണ്ട് ഈ ആ ഒരു എന്താണ് ആ പുരോഹിതൻ എന്ന രീതിയിൽ പുള്ളിയുടെ ഫുൾ ടൈം ഞാൻ കുറ്റം പറയാനോ അല്ല, എനിക്കറിയത്തില്ല എന്താണെന്ന്. പുള്ളി ഇങ്ങനെ കുരിശും പിടിച്ചുകൊണ്ടാണ് സ്റ്റേഷനിലെ എല്ലായിടത്തും എല്ലാവരും മീഡിയയ്ക്ക് മുന്നിൽ ബൈറ്റ് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ വിഷയം. അച്ഛനെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓരോ മീഡിയയ്ക്ക് മുന്നിലും സാധാരണ ഫേമസ് ആവാൻ വേണ്ടിയിട്ടാണ് സാധാരണ എല്ലാ ആൾക്കാരും മീഡിയയ്ക്ക് മുന്നിൽ ഓരോരോ ബൈറ്റ് കൊടുക്കുന്നതും അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ. ഇത് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് തന്നെയാണെന്നാണ് എൻ്റെ ഒരു തോന്നലെന്നാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താൽ പോലും വിഷയമാണ്, കമൻറ്റ് ചെയ്താലും വിഷയമാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു കാര്യത്തിൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഫോളോവേഴ്സ് ഉണ്ട്, കുറേ വ്ളോഗേഴ്സ് ഉണ്ട്. ഇവർക്കൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇവർക്കൊക്കെ ഒരു 5-6 മാസം മുമ്പ് അങ്ങ് പുറകിലോട്ട് പോവാം. രേണുസുതി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി, ഈ രേണുസുതി ഈ അച്ഛനെതിരെ മുന്നും കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛനെതിരെ മുന്നേ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തോട്ടൊക്കെ നമുക്ക് പോവേണ്ടിയിരിക്കുന്നു. രേണുസുതി എന്തോ വെച്ചിട്ടാണ് ഈ പുള്ളിക്കെതിരെ, ഈ ഒരു അച്ഛനെതിരെ കേസ് കൊടുത്തത് എന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. അപ്പൊ അതും ഇതും തമ്മിൽ ഒരു ജസ്റ്റ് കണക്ട് ഉണ്ടോ ഇല്ലയോ നിങ്ങൾ നോക്ക്. നമുക്ക് വേണമെങ്കിൽ അത് വെച്ചിട്ട് ഒരു കഥ, വേറെ ഒരാളെന്നുള്ള രീതിയിൽ നമുക്ക് കഥ ഉണ്ടാക്കി എടുക്കാം. പക്ഷെ ആരും അതിനകത്ത് ഇൻവോൾവ് ആക്കേണ്ട കാര്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഇതെടുത്ത് ഇതിനൊക്കെ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാളെ പേരിൽ കേസ് ആവും, എനിക്കറിയത്തില്ല. അപ്പം ഇതിനകത്ത് കുറെ സെക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ രേണുസുതിയുടെ അക്കൗണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചുതരാം, ഈ അക്കൗണ്ടിൽ എന്തൊക്കെയാ പോസ്റ്റ് ചെയ്തേക്കുന്നതെന്ന്. അതിനകത്ത് കുറെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. രേണുസുതി പോസ്റ്റ് ചെയ്ത് കുറെ കമന്റുകളൊക്കെ സപ്പോർട്ട് ചെയ്ത് കുറെ കമന്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. തീ ഇട്ടിട്ടുണ്ട്, ലൈക്ക് അടിച്ചിട്ടുണ്ട്, ലവ് ഇട്ടിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് പല കമന്റുകളും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. കർമ്മ എന്ന് പറഞ്ഞിട്ട്, എന്ന് വെച്ചാൽ ഈ സാധനം തന്നെ തിരിച്ചടിക്കാതിരുന്നാൽ കൊള്ളാം, ഈ സാധനം തന്നെ തിരിച്ച് രേണുസുതിക്ക് അടിക്കാതിരുന്നാൽ കൊള്ളാം. മുട്ട ഡയലോഗുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം. ഇങ്ങനെ നല്ല ആശ്വാസം, മനസ്സിന് നല്ല മനഃശാന്തി, നല്ല സുഖം കിട്ടിയെന്നുള്ള രീതിയിലൊക്കെ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, രേണുസുതി തന്നെ രേണുസുതിയുടെ കുഴി വീണ്ടും തോണ്ടിക്കൊണ്ടിരിക്കുവാണോ എന്ന് സംശയം. ഇതിനകത്ത് ഒരു കാര്യമില്ല. ഇത് കേസ് കൊടുത്തേക്കുന്നത് ഈ അച്ഛനാ. ഈ ഒരു കേസ് കൊടുത്തേക്കുന്നത് ഈ അച്ഛനാണ് കേസ് കൊടുത്തേക്കുന്നത്. രേണുസുതിയായിട്ട് യാതൊരു ബന്ധമില്ല. FIR കാര്യങ്ങളും അതിന്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഈ ഒരു അച്ഛന്റെ പേരും പിന്നെ മറ്റേ ആ യൂട്യൂബറുടെ പേര് മാത്രമേ വന്നിട്ടുള്ളൂ. രേണുസുതിക്ക് എന്തിനാണോ എന്തിനകത്ത് രേണുസുതി ഇല്ലാത്ത വഴി കൂടെ പോകുന്ന വള്ളി ഏണി വെച്ച് പിടിക്കുന്ന അവസ്ഥയല്ലേ ഇതിനകത്ത് കാണുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ക്യാൻസർ രോഗിയായിട്ട് ഈ ഒരു രോഗം ബാധിച്ചിട്ടുള്ള ഒരാൾ ഒരിക്കലും ഫോൺ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഡോക്ടേഴ്സ് വരെ പറഞ്ഞിട്ടുണ്ട്. രേണുസുതി അതേ കണക്ക് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, ഫോൺ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, സോഷ്യൽ മീഡിയാസ് ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ പാരാത്രി 2 മണി ആ ഒരു ടൈമിലേക്ക് ഈ ഒരു പോസ്റ്റ് വന്നപ്പോഴത്തേന് നമ്മളൊന്ന് ആലോചിച്ച് എന്തൊക്കെ ചിന്തിച്ചു പോകും നിങ്ങളൊന്ന് ആലോചിക്കും. ഈ ഒരു ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കാൻ ഫോൺ ഉപയോഗിക്കാൻ പറ്റുമോ? വേണമെങ്കിൽ പറയായിരിക്കും, എൻ്റെ ഇഷ്ടമല്ലേ,
പിന്നെ ഞാൻ ഈ പോസ്റ്റ് ഇടാൻ വേണ്ടി എടുത്തിട്ടാണ് എന്നൊക്കെ പറയാം. അവരൊക്കെ അങ്ങനെ പറയാമല്ലോ. ഈ ട്രീറ്റ്മെന്റ് നടക്കുന്ന ആൾക്കാർക്ക് ഫോണൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റുകളൊക്കെ ഉണ്ടാവും, നമുക്ക് അറിയാവുന്നതാണ്. ഈ രോഗം ഉണ്ടെങ്കിൽ രാത്രിയിലൊക്കെയാണ് പോസ്റ്റ് വരുന്നത്. അപ്പൊ ഫുൾ ടൈം ഇതും കൊണ്ടിരിക്കും. ചിലപ്പോൾ വേണമെങ്കിൽ പറഞ്ഞോളാം മാനേജർ അതൊക്കെ ഉപയോഗിക്കുന്നതെന്ന് ആയിരിക്കാം, മാനേജർ ആയിരിക്കും ഇതൊക്കെ പോസ്റ്റ് ഇടുന്നത്. പക്ഷെ ആ ഒരു ഇടുന്ന പോസ്റ്റിന്റെ അടിയിലുള്ള ടെക്സ്റ്റുകൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ആരാ പോസ്റ്റ് ഇടുന്നതെന്ന്. അല്ല, IPC സെക്ഷനൊക്കെ മാറി. ഇപ്പം ഭാരതീയ ന്യായ സംഹിത BNS സെക്ഷൻ 192 അതിനകത്ത് എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത് വെച്ചാൽ, കലാപമുണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടെ മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കുക എന്ന കുറ്റത്തെയാണ് കൈകാര്യം ചെയ്യുന്നത്. കലാപോ? എനിക്കത് കറക്റ്റ് മനസ്സിലാവുന്നില്ല. കലാപം എന്നുള്ള രീതിയിലൊക്കെ എന്തുവായി? കലാപം നടന്നാൽ 1 വർഷം വരെ തടവ്, പിഴ അല്ലെങ്കിൽ രണ്ടും. കലാപം നടത്തിയിട്ടില്ലെങ്കിൽ 6 മാസം വരെ തടവ്, പിഴ അല്ലെങ്കിൽ രണ്ടും. ഈ കലാപം എന്ന് ഉദ്ദേശിച്ച് എനിക്ക് കറക്റ്റ് എന്തോന്നും മനസ്സിലായില്ല. കലാപം എന്ന് പറയുമ്പോഴത്തേനും ഒരു കൂട്ടം ആൾക്കാരല്ലേ, അങ്ങനെ ഒരു ഇത്ര ജനങ്ങൾ ചേർന്ന് ഉണ്ടാക്കുന്നതല്ലേ? മീൻസ് എന്തുവാണ് കലാപം എന്ന് ഉദ്ദേശിച്ച് എന്തോന്ന് കറക്റ്റ് എനിക്ക് മനസ്സിലായില്ല. അപ്പം എനിക്കിത് പറയാനുള്ളതെന്ന് വെച്ചാൽ, അച്ഛനാണ് കേസ് കൊടുത്തേക്കുന്നത്. രേണുസുധിക്ക് ഇതിനകത്ത് യാതൊരു റോളും ഇല്ല. ഈ പറയുന്ന ആ പുള്ളിക്കാരൻ തങ്കച്ചൻ, രേണുസുധിയുടെ അച്ഛന് യാതൊരു റോളും ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം എനിക്ക് വീണ്ടും പറയാനുള്ളതെന്ന് വെച്ചാൽ, രേണുസുധി വീണ്ടും കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നു. ഈ നിന്നിടം താന്ന് പോവാന്ന് പറയത്തില്ലേ, അപ്പൊ രേണുസുധി ഈ ഒരു ഇതൊക്കെ അതിന് ശേഷം ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാതിരിക്കാനാണ് ഞങ്ങളൊക്കെ പറയുന്നത്. ഞാനും പറയുന്നത് അതാണ്, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുക. അവരെ വഴിക്ക് അവരെ വിടുക. പുള്ളിക്ക് കേസ് ഉണ്ടെങ്കിൽ പുള്ളി പൊക്കോട്ടെ, രേണുസുധിക്ക് എന്താണ് കുഴപ്പം? അപ്പം ഇതേണക്കുള്ള അവസരങ്ങളാണ് രേണുസുധി ഓരോ യൂട്യൂബേഴ്സിനും റിയാക്ഷൻ വ്ളോഗേഴ്സിനൊക്കെ ഒപ്പിച്ചു കൊടുക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ രേണുസുധി ട്രീറ്റ്മെന്റ് ചെയ്യുവാണ്, ഒരു രോഗം പിടിപെട്ടിട്ടുണ്ട്. അത് അതിൻ്റെതായ രീതിയിൽ പോകുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. അപ്പൊ ഇതിനകത്തുള്ള കാര്യങ്ങൾ രേണുസുധി മാക്സിമം ഒന്ന് ഒഴിഞ്ഞു മാറി നിന്ന് കഴിഞ്ഞാൽ കുറച്ച് സമാധാനം കിട്ടും. രേണുസുധി ഒന്ന് ശ്രദ്ധിക്കേണ്ട ഇതുണ്ട്. പിന്നെ ഫോണൊന്നും ഉപയോഗിക്കരുത് കേട്ടോ രാത്രി. ഈ ഒരു രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഫോണൊന്നും, ഞാൻ തമാശ പറഞ്ഞല്ലേ, ഈ ഫോണൊന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ റേഡിയേഷൻ കാര്യങ്ങളൊക്കെ അഫക്റ്റ് ചെയ്യുന്നതല്ലേ, അപ്പൊ അതൊന്നും ഉപയോഗിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.